ഇന്നലെ കടയിൽ പോയപ്പോൾ മേടിച്ചു കൊണ്ടുവന്നാണ് കേട്ടോ ചിരക്ക. അപ്പോൾ അതെടുത്തിട്ട് ഇന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ചിരക്കെടുത്ത് നന്നാക്കണായിട്ട് മുന്നേ വേറൊരു പണിയുണ്ടായിരുന്നു. മറ്റൊന്നല്ല, ഇന്നലെ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നെടുത്ത് ഐസ് വിടാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ചിരക്കെടുത്ത് കറി വയ്ക്കണം, പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഇനി ചിരക്ക നന്നാക്കട്ടാ. ചിരക്ക കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ കുരുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. ചിരക്കും ചെമ്മീനും കൂടിയിട്ടാണ് കേട്ടോ കറി വയ്ക്കുന്നത്. ഉണക്ക ചെമ്മീനാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇന്ന് മഴ കാരണം സ്കൂളൊക്കെ അവധി കൊടുത്തിട്ടുള്ള കാരണം മക്കളൊക്കെ വീട്ടിലുണ്ട്. ചിരക്ക തോലൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചിരക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് കുക്കറിലാണ് വെക്കുന്നത്. അത് കാരണം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഒരു വിസിൽ മതി, അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ അതിൻ്റെ ഐസൊക്കെ വിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലയൊക്കെ ഒന്ന് തിരുമ്പിക്കണം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് വേണ്ട കാര്യങ്ങൾ തയ്യാറാക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാക്കറ്റ് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ചെറുതായി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഉണക്ക ചെമ്മീൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നാളികേരത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ചിരക്ക വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിയും മുളകും ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് തിളച്ച് വറ്റി പാകമായിട്ട് വരുമ്പോഴേക്കും വേറൊരു അടുപ്പിൽ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിരക്കക്കറി വറ്റി പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് നേരെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാളികേരൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി മൂപ്പിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിരക്ക ചെമ്മീനും കറി റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ വെളിച്ചെണ്ണയിൽ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ചിക്കൻ്റെ ഒരു വശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഉള്ളി മൂത്തപ്പോൾ അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി പപ്പടം കൂടി കാച്ചുണ്ടായിരുന്നു. അപ്പോൾ വേഗം പപ്പടം കൂടി കാച്ചി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണിലേക്കുള്ള കറികൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തത്, ചിരക്കും ചെമ്മീനും, പിന്നെ പപ്പടം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്കൊന്ന് പോയി നോക്കിയപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ.